ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് തന്നിരുന്നു. അതിൽ നിന്ന് കുറേയധികം ചോദ്യങ്ങൾ PSC പരീക്ഷയ്ക്ക് വന്നിരുന്നു. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് തുടങ്ങുകയാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ടെലഗ്രാമിൻ്റെ ലിങ്കും കൂടെ ടെലഗ്രാമിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എടുക്കുന്ന ടോപ്പിക്കിൻ്റെ നോട്ട് അതിൽ ലഭ്യമായിരിക്കും. അന്നേരം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അന്നേരം അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ എക്സൈസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, ഫയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇതിനെല്ലാം 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കുണ്ട്, കൂടാതെ 10 മാർക്ക് കറണ്ട് അഫെയറും ഉണ്ട്. അന്നേരം നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ കൂടെ വന്നോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മളെ ജോലിയിൽ എത്തിക്കുന്നത്. നിങ്ങൾ നമ്മുടെ കൂടെ വന്നോളൂ. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സും കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സും മറ്റ് വിഷയങ്ങളുടെ ക്ലാസ്സും പടിപടിയായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. അന്നേരം നമുക്ക് ഇന്നത്തെ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം നമ്മൾ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ജയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോകുന്നത്. ജയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോകുന്നത്. ആദ്യം ജയിലും പ്രിസണും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുന്നത്. ജയിലും പ്രിസണും തമ്മിലുള്ള വ്യത്യാസം. ജയിൽ എന്താണ്? കുറ്റവിചാരണ കാത്തു കഴിയുന്നവരെയും വിചാരണ നേരിടുകയും 6 മാസത്തിൽ താഴെയുള്ള ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് നിയമം മൂലം ശിക്ഷിക്കപ്പെടുകയും ചെയ്തവരെ സംരക്ഷിക്കുന്ന സംവിധാനമാണ് ജയിൽ. നമ്മളെല്ലാം ജയിൽ എന്നാണ് പറയുന്നത്, അല്ലേ? ജയിലുമുണ്ട്, പ്രിസണുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 6 മാസത്തിൽ താഴെയുള്ള കുറ്റകൃത്യം, 6 മാസത്തിൽ താഴെയുള്ള ശിക്ഷ ലഭിക്കുന്നവരെ പാർപ്പിക്കുന്നത് ജയിലിലാണ്. അന്നേരം എന്താണ് ജയിൽ? കുറ്റവിചാരണ കാത്തു കഴിയുന്നവരെയും 6 മാസത്തിൽ താഴെയുള്ള ചെറിയ കുറ്റങ്ങൾക്ക് നിയമം മൂലം ശിക്ഷിക്കപ്പെടുന്നവരെയും ചെയ്തവരെ സംരക്ഷിക്കുന്ന സംവിധാനമാണ് ജയിൽ. അന്നേരം ജയിലിൽ 6 മാസം വരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്നതാണ് ജയിൽ. അടുത്ത പ്രിസൺ എന്താണ്? നീതിന്യായ വ്യവസ്ഥ കുറ്റവാളിയാണെന്ന് കണ്ടെത്തുന്നവരെ 6 മാസത്തിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന വ്യക്തികളെ പാർപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് പ്രിസൺ. അതായത് നീതിന്യായ വ്യവസ്ഥ, കോടതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരെയും 6 മാസത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്നവരെയും പാർപ്പിക്കുന്ന സംവിധാനമാണ് പ്രിസൺ. 6 മാസത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്നവരെയും പാർപ്പിക്കുന്ന സംവിധാനമാണ് പ്രിസൺ. എന്നാൽ 6 മാസമോ അതിൽ താഴെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്നത് ജയിലിലാണ്. എന്നാൽ നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അതായത് ആദ്യം നമ്മൾ പോകുന്ന കേരളത്തിലെ വിവിധ തരത്തിലുള്ള ജയിലുകൾ. അതായത് നമ്മൾ മൊത്തത്തിൽ ജയിലിൽ നിന്നാണ് പറയുന്നത്, പ്രിസണുകളെയല്ല. കേരളത്തിലെ വിവിധ തരത്തിലുള്ള ജയിലുകളെക്കുറിച്ചാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക്. ആദ്യം പോകുന്നത് സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ് ആണ്. നമ്മൾ സെൻട്രൽ ജയിൽ എന്നൊക്കെ പറയാറുണ്ട്. സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ് ആണ്. കേരളത്തിൽ 4 സെൻട്രൽ പ്രിസൺസ് ആണുള്ളത്. കേരളത്തിൽ 4 സെൻട്രൽ പ്രിസൺസ് ആണുള്ളത്. എന്താണ് ഇവിടെ പാർപ്പിക്കുന്നത് ആരെയാണ്? ഒന്ന്, 6 മാസത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിച്ചവരെ. 6 മാസത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിച്ചവരെ പാർപ്പിക്കുന്നത് സെൻട്രൽ പ്രിസണിലാണ്. അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചവരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ പ്രിസണാണ്. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചവരെ പാർപ്പിക്കുന്ന ജയിൽ സെൻട്രൽ പ്രിസൺസാണ്. 2, കരുതൽ തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ പ്രിസണാണ്. 3, സൈനിക വിചാരണയിൽ ശിക്ഷിക്കപ്പെട്ടവരെ, നമ്മൾ കോർട്ട് മാർഷൽ കേസുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. സൈനിക വിചാരണയിൽ ശിക്ഷിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ പ്രിസണാണ്. സൈനിക വിചാരണയിൽ ശിക്ഷിക്കപ്പെട്ടവരെ പാർപ്പിക്കപ്പെടുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ പ്രിസൺസാണ്. 4, സുരക്ഷാ കാരണങ്ങളാൽ മറ്റ് ജയിലുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ പ്രിസൺസ് ആണ്. അതുപോലെ സിവിൽ ശിക്ഷ ലഭിച്ചവരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ പ്രിസൺസ് ആണ്. കാപ്പ നിയമപ്രകാരമുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ പ്രിസൺസ് ആണ്. അന്നേരം നമ്മളെ കേരളത്തിലെ ജയിലുകളിൽ ആദ്യത്തെയാണ് സെൻട്രൽ പ്രിസൺസ്. അത് മുഴുവൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ് എന്നാണ്. സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ്. കേരളത്തിൽ 4 സെൻട്രൽ പ്രിസണുകളാണുള്ളത്.
അന്നേരം ഒരു PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചവരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചവരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ പ്രിസൺസ് ആണ്. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചവരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ പ്രിസൺസ് ആണ്. അന്നേരം നോക്കിയ സെൻട്രൽ പ്രിസൺസിൽ ആരെയാണ് പാർപ്പിക്കുന്നത്? ഒന്ന് 6 മാസത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിച്ചവർ, 6 മാസത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിച്ചവരെ, അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചവരെ, ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചവരെ പാർപ്പിക്കുന്ന ജയിലാണ് സെൻട്രൽ പ്രിസൺസ്. 2 കരുതൽ തടവുകാരെ പാർപ്പിക്കുന്ന ജയിലാണ് സെൻട്രൽ പ്രിസൺസ്. 3 സൈനിക വിചാരണയിൽ ശിക്ഷിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്ന ജയിലാണ് സെൻട്രൽ പ്രിസൺസ്. 4 സിവിൽ ശിക്ഷ ലഭിച്ചവരെ പാർപ്പിക്കുന്ന ജയിലാണ് സെൻട്രൽ പ്രിസൺസ്. 5 സുരക്ഷാ കാരണങ്ങളാൽ മറ്റ് ജയിലുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നവരെ പാർപ്പിക്കുന്ന ജയിലാണ് സെൻട്രൽ പ്രിസൺസ്. കാപ്പ നിയമപ്രകാരമുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാണ് സെൻട്രൽ പ്രിസൺസ്. കാപ്പ നിയമപ്രകാരമുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാണ് സെൻട്രൽ പ്രിസൺസ്. അന്നേരം കേരളത്തിൽ എത്ര സെൻട്രൽ പ്രിസൺസ് ഉണ്ട്? 4 സെൻട്രൽ പ്രിസൺസ് അല്ലേ? കേരളത്തിൽ എത്ര സെൻട്രൽ പ്രിസൺസ് ഉണ്ട്? 4 സെൻട്രൽ പ്രിസൺസ്. ഒരു PSC ചോദ്യം ഉണ്ടല്ലോ, ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചവരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ പ്രിസൺ. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചവരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ പ്രിസൺസ്. നമ്മൾ അവസാനം പറഞ്ഞു, കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായ കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? സെൻട്രൽ പ്രിസൺസ്. നമ്മൾ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ കാപ്പ. എന്താണ് കാപ്പ നിയമം? കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായവരെ പാർപ്പിക്കുന്ന ജയിലാണല്ലോ സെൻട്രൽ പ്രിസൺസ്. എന്താണ് കാപ്പ? കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന്. കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന്, അതാണ് കാപ്പയുടെ മുഴുവൻ പേര്. കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്ന നിയമം. കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്ന നിയമം. കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അതാണ് കാപ്പ. 2007 കാപ്പ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നത്. 2007 കാപ്പ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നത്. 2007 കാപ്പ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അന്ന് കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനുമാണ്. അന്നേരം കാപ്പ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയ വർഷമെന്നാണ്? 2007. കാപ്പ നിയമം നടപ്പിലാക്കിയ സമയത്ത് കേരള മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദൻ. കാപ്പ നിയമം നടപ്പിലാക്കിയ സമയത്ത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആരാണ്? കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ്. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ്. പൊതുസമൂഹത്തിന് ഭീഷണിയാകുന്ന ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധരെയും തടയുന്നതിനും നാട് കടത്തുന്നതിനും വേണ്ടിയുള്ള നിയമമാണ് കാപ്പ. അതായത് പൊതുസമൂഹത്തിന് ഭീഷണിയാകുന്ന ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധരെയും അറസ്റ്റ് ചെയ്യുന്നതിനും നാട് കടത്തുന്നതിനും വേണ്ടിയുള്ള നിയമമാണ് കാപ്പ. ഗുണ്ടകളെ നാട് കടത്തുന്നതിനും വേണ്ടിയുള്ള നിയമമാണ് കാപ്പ. 7 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 3 ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നവരെയാണ് കാപ്പ ചുമത്താൻ ശുപാർശ ചെയ്യുന്നത്. 7 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 3 ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നവരെയാണ് കാപ്പ ചുമത്താൻ ശുപാർശ ചെയ്യുന്നത്. 2007 കാപ്പ നിയമം നിലവിൽ വരുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, 2007 കാപ്പ നിയമം നിലവിൽ വരുന്ന സമയത്ത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ. അതായത് കാപ്പ കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. അത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. കാപ്പ കേരള ആൻറ്റി സോഷ്യൽ ആക്ട്. അന്നേരം കാപ്പ നിയമപ്രകാരമുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിൽ സെൻട്രൽ പ്രിസണാണ്. ഇനി വീണ്ടും കാപ്പയിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ള കേസുകൾക്ക് പകരം പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസുകളിലാണ് സാധാരണയായി കാപ്പ ചുമത്തുന്നത്. അന്നേരം പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസുകളിലാണ് സാധാരണയായി കാപ്പ ചുമത്തുന്നത്. 2014 കാപ്പ നിയമത്തിന് ഭേദഗതി വന്നിട്ടുണ്ട്. കാപ്പ നിയമം 2007 കാപ്പ നിയമം. കാപ്പ നിയമത്തിന് ഭേദഗതി വന്ന വർഷം എന്താണെന്ന് ചോദിച്ചാൽ 2014. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. കാപ്പ നിയമത്തിന് ഭേദഗതി വന്നത് 2014. RBIയുടെയോ സംസ്ഥാന സഹകരണ നിയമത്തിൻ്റെയോ അംഗീകാരമില്ലാതെ പണമിടപാട് നടത്തുന്ന സ്ഥാപനങ്ങൾ
സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെയോ അന്യൻ്റെയോ ഭൂമി അനധികൃതമായി തട്ടിയെടുക്കൽ എന്നിവരെ 2014 ഭേദഗതിയിലൂടെ കാപ്പ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം കാപ്പ നിയമം ഗുണ്ടകൾക്കും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ മാത്രമല്ല, 2014 ഭേദഗതിയിലൂടെ സർക്കാരിൻ്റെ ഭൂമി അനധികൃതമായി കയ്യേറുന്നവരുടെയും മറ്റു സ്വകാര്യ വ്യക്തികളുടെ ഭൂമി അനധികൃതമായി കയ്യേറുന്നവരെയും കാപ്പ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ RBIയുടെയോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയോ സംസ്ഥാന സഹകരണ നിയമത്തിൻ്റെയോ പരിധിയിൽ ഉൾപ്പെടാതെ, ആ നിയമം പാലിക്കാതെ പണമിടപാട് നടത്തുന്ന സ്ഥാപനങ്ങളെയും കാപ്പ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാപ്പ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാപ്പ നിയമപ്രകാരം അറസ്റ്റിലാകുന്നവരുടെ കരുതൽ തടവ് കാലാവധി 1 വർഷമാണ്. കാപ്പ നിയമപ്രകാരം അറസ്റ്റിലാകുന്നവരുടെ കരുതൽ തടവ് കാലാവധി 1 വർഷമാണ്. ഗുണ്ടകളെ 1 വർഷം വരെ നാട് കടത്താൻ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. കാപ്പ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഗുണ്ടകളെ നാട് കടത്താൻ കഴിയും. ഗുണ്ടകളെ 1 വർഷം വരെ നാട് കടത്താൻ, ഈ കാപ്പ നിയമപ്രകാരം ഗുണ്ടകളെ 1 വർഷം വരെ നാട് കടത്താൻ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ട്, മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. അന്നേരം കാപ്പ നിയമം പ്രകാരമുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്നത് സെൻട്രൽ പ്രിസണിലാണ്, അല്ലേ? കാപ്പ നിയമം നിലവിൽ വന്നത് 2007-ലാണ്. ഗുണ്ടകൾക്കെതിരെയും സാമൂഹ്യ വിരുദ്ധരെയും കരുതൽ തടങ്കലിൽ വെക്കാനും നാട് കടത്താനും സഹായിക്കുന്ന നിയമമാണ് കാപ്പ. അതിന് ഒരു ഗുണ്ടകളെയോ സാമൂഹ്യ വിരുദ്ധരെയൊക്കെ നാട് കടത്താൻ കാപ്പ നിയമപ്രകാരം അധികാരമുള്ളതാർക്കാണ്? ജില്ലാ മജിസ്ട്രേറ്റിനാണ്. അന്നേരം വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ്. കേരളത്തിൽ 4 സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ് ഉണ്ട്. കേരളത്തിൽ 4 സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ് ഉണ്ട്. കേരളത്തിൽ എത്ര സെൻട്രൽ പ്രിസൺ ഉണ്ട് എന്നൊരു ചോദ്യം വന്നാൽ 4 എണ്ണം. ഒന്നാമത്തെ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം, പള്ളിക്കുന്ന്, കണ്ണൂർ. മിക്കവാറും ചോദ്യപേപ്പറിലൊക്കെ കണ്ണൂർ എന്നായിരിക്കും വരുന്നത്. പള്ളിക്കുന്ന്, കണ്ണൂർ. ഒന്നാമത്തെ സെൻട്രൽ പ്രിസൺ ഏതാണ്? സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം പള്ളിക്കുന്ന്, കണ്ണൂർ സെൻട്രൽ ജയിലാണ്. കണ്ണൂർ സെൻട്രൽ പ്രിസൺ 1869 നിലവിൽ വന്നത്. 1869 നിലവിൽ വന്നത്. നിങ്ങൾ നോക്കിയ 4 സെൻട്രൽ പ്രിസണുകളിൽ ആദ്യത്തേത് കണ്ണൂർ സെൻട്രൽ പ്രിസണാണ്. അതായത് സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം പള്ളിക്കുന്ന്, കണ്ണൂർ 1869 നിലവിൽ വന്നത്. അന്നേരം കണ്ണൂർ സെൻട്രൽ പ്രിസൺ നിലവിൽ വന്ന വർഷം 1869, അതായത് മഹാത്മാഗാന്ധി ജനിച്ച വർഷം. 1869. കേരള സെക്രട്ടേറിയറ്റിൻ്റെ പണി പൂർത്തിയായ വർഷം 1869. കണ്ണൂർ സെൻട്രൽ പ്രിസൺ നിലവിൽ വന്ന വർഷം 1869. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസണാണ്, കേരളത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സെൻട്രൽ പ്രിസണാണ് കണ്ണൂർ സെൻട്രൽ പ്രിസൺ പള്ളിക്കുന്ന്, കണ്ണൂർ 1869. കേരളത്തിൽ എത്ര സെൻട്രൽ പ്രിസൺ ഉണ്ട്? 4. രണ്ടാമത്തെ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം പൂജപ്പുര, തിരുവനന്തപുരം. സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം പൂജപ്പുര, തിരുവനന്തപുരം 1886 നിലവിൽ വന്നത്. സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം പൂജപ്പുര, തിരുവനന്തപുരം 1886 അല്ലെ 1886 തിരുവനന്തപുരം സെൻട്രൽ പ്രിസൺ, പൂജപ്പുര സെൻട്രൽ പ്രിസൺ നിലവിൽ വന്നത് 1886. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 2ാമത്തെ സമ്മേളനം 1886 കൽക്കട്ടയിൽ വെച്ച് നടന്നു. ദാദാഭായ് നവറോജി ആയിരുന്നു അധ്യക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന് കേരളത്തിലെ 2ാമത്തെ സെൻട്രൽ പ്രിസണായ പൂജപ്പുര സെൻട്രൽ പ്രിസൺ 1886 നിലവിൽ വന്നു. കേരളത്തിലെ 3ാമത്തെ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം വിയ്യൂർ, തൃശ്ശൂർ. സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം വിയ്യൂർ, തൃശ്ശൂർ. വിയ്യൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം വിയ്യൂർ, തൃശ്ശൂർ 1914 നിലവിൽ വന്നത്. 1914 നിലവിൽ വന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1-ാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1914. സെൻട്രൽ പ്രിസൺ വിയ്യൂർ സെൻട്രൽ പ്രിസൺ നിലവിൽ വന്നത് 1914. കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം തവനൂർ, മലപ്പുറം. സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം തവനൂർ, മലപ്പുറം 2022. നിങ്ങൾ നോക്കിയേ, ബാക്കി 3 സെൻട്രൽ പ്രിസണും കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് മുമ്പാണ് വന്നത്.
പക്ഷേ കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം തവനൂർ മലപ്പുറം 2022 നിലവിൽ വന്നത്. 1956 കേരളം രൂപീകരിച്ചതിന് ശേഷം നിലവിൽ വന്ന ആദ്യ സെൻട്രൽ പ്രിസണാണ് തവനൂർ മലപ്പുറം, അല്ലെങ്കിൽ ആദ്യ സെൻട്രൽ ജയിലാണ്. 1956 കേരളം രൂപീകരിച്ചതിന് ശേഷം നിലവിൽ വന്ന ആദ്യ സെൻട്രൽ പ്രിസണാണ് തവനൂർ മലപ്പുറം. ഓർക്കണം, മിക്കപ്പോഴും അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. കേരളം രൂപീകരിച്ചതിന് ശേഷം നിലവിൽ വന്ന സെൻട്രൽ പ്രിസൺ തവനൂർ മലപ്പുറം. അന്നേരം കേരളത്തിൽ എത്ര സെൻട്രൽ പ്രിസൺ ഉണ്ട്? 4 സെൻട്രൽ പ്രിസണുകളുണ്ട്. ആദ്യത്തെ ഏതാണ്? കണ്ണൂർ 1869. രണ്ടാമത്തെ ഏതാണ്? പൂജപ്പുര തിരുവനന്തപുരം 1886. മൂന്നാമത്തെ ഏതാണ്? വിയ്യൂർ തൃശ്ശൂർ 1914. കേരളം അവസാനത്തെ ഏതാണ്? 2022 നിലവിൽ വന്ന തവനൂർ മലപ്പുറം. ഇനി നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് PSC ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ഒരു PSC ചോദ്യം നോക്കിയേ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ്? കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ എന്നോ സെൻട്രൽ പ്രിസൺ എന്നൊക്കെ വരും. ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി തവനൂർ, ഓപ്ഷൻ ഡി തൃശ്ശൂർ. 2024 വനിതാ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ NCA റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. അതിന് PSC ചോദിച്ച ചോദ്യമാണ്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ്? ഇപ്പം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇനി നിങ്ങളത് മറക്കത്തില്ല. തവനൂർ മലപ്പുറം 2022. ഇനി അടുത്ത PSC ചോദ്യം നമുക്ക് നോക്കാം. വീണ്ടും 2024 അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്കും ഇത് ചോദിച്ചു. 2023 അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്കും ചോദിച്ച ചോദ്യമാണ്. കേരളം രൂപീകൃതമായതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏത്? നിങ്ങൾക്കിനി കണ്ണു അടച്ചുകൊണ്ട് ആൻസർ എഴുതാം. തവനൂർ മലപ്പുറം. എന്നിട്ട് അടുപ്പിച്ച് 2 വർഷങ്ങൾ ഈ ചോദ്യം തന്നെ ശ്രദ്ധിച്ചു. നമ്മൾ കറക്റ്റ് ഫോക്കസിലാണ് പോകുന്നതെങ്കിൽ, കറക്റ്റ് എക്സാം ഓറിയൻറ്റഡ് ഫോക്കസിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പരീക്ഷാ ഹാളിൽ എത്തുന്നതിന് മുമ്പ് സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിയും. സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മളെ ജോലി നേടിയെടുക്കാൻ സഹായിക്കുന്നത്. ജോലിയിലേക്ക് ആദ്യ റാങ്കിലേക്ക് ഉയരാൻ നമ്മളെ സഹായിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. എന്നാൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏത്? നമുക്കറിയാം സെൻട്രൽ ജയിൽ അല്ലേ. 6 മാസത്തിൽ കൂടുതൽ കിട്ടുന്ന തടവുകാരെ അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷ കിട്ടുന്നവരെ പാർപ്പിക്കുന്ന ജയിൽ സെൻട്രൽ ജയിലാണ്. സെൻട്രൽ ജയിൽ അല്ലെങ്കിൽ സെൻട്രൽ പ്രിസണാണ്. 2024 വനിതാ പ്രിസൺ ഓഫീസർക്ക് NCA റിക്രൂട്ട്മെൻറ്റിന് വീണ്ടും PSC ചോദിച്ച ചോദ്യം. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ സെൻട്രൽ പ്രിസൺ അല്ലെങ്കിൽ സെൻട്രൽ ജയിൽ. അടുത്ത് കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് കാപ്പതാ ചോദിച്ചു. PSC ചോദ്യമാണ്. കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് കാപ്പ പ്രകാരം കരുതൽ തടങ്കലിൽ വെക്കുന്ന ആളുകളെ പാർപ്പിക്കുന്ന ജയിൽ, കാപ്പ പ്രകാരമുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിൽ 2025 ഇപ്പോൾ ചോദിച്ച ചോദ്യമാണ്. 2025 അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ. ഈ പരീക്ഷയ്ക്ക് ഇപ്പോൾ PSC ചോദിച്ച ചോദ്യം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC ചോദ്യം. കാപ്പ നിയമപ്രകാരമുള്ള തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏത്? ജില്ലാ ജയിൽ, തുറന്ന ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ, സെൻട്രൽ ജയിൽ. നിങ്ങൾക്കറിയാം സെൻട്രൽ ജയിൽ. അന്നേരം നമ്മൾ കേരളത്തിൽ 4 സെൻട്രൽ ജയിലുണ്ട്. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിലാണ് സെൻട്രൽ ജയിൽ. കാപ്പ തടവുകാരെ പാർപ്പിക്കുന്ന ജയിലാണ് സെൻട്രൽ ജയിൽ അല്ലേ. ഓക്കെ, ഇതുവരെയുള്ള PSC ചോദ്യം കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തയിലേക്ക് പോകുന്നു. എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ പഠിച്ചാൽ ഈ സ്പെഷ്യൽ ടോപ്പിക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അടുത്തയാണ് ആദ്യത്തെ സെൻട്രൽ ജയിൽ അല്ലെങ്കിൽ സെൻട്രൽ പ്രിസൺ ആയിരുന്നു. ഇനി രണ്ടാമത്തെ നമ്മൾ ഓപ്പൺ പ്രിസൺസാണ്. തുറന്ന ജയിലുകൾ ഓപ്പൺ പ്രിസൺസാണ്. ഓപ്പൺ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ്, തുറന്ന ജയിലുകളാണ് നമ്മൾ രണ്ടാമത്തെ പോകുന്നത്. കേരളത്തിൽ 3 തുറന്ന ജയിലുകളാണുള്ളത്. കേരളത്തിൽ എത്ര ഓപ്പൺ പ്രിസൺസ് ഉണ്ട്, കേരളത്തിൽ എത്ര തുറന്ന ജയിലുകളുണ്ട് എന്നൊരു ചോദ്യം PSC പരീക്ഷയ്ക്ക് വന്നാൽ കേരളത്തിൽ 3 തുറന്ന ജയിലുകളാണുള്ളത്. എന്താണ് നമ്മളെപ്പോഴും പറയാറുണ്ട് ഓപ്പൺ ജയിൽ, തുറന്ന ജയിൽ എന്നൊക്കെ പഠിക്കാറുണ്ട്. എന്താണ് തുറന്ന ജയിലിൻ്റെ പ്രത്യേകത? ഒന്ന്, കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങൾ, വലിയ സെക്യൂരിറ്റി ഒന്നുമില്ല, കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലുകളാണ് തുറന്ന ജയിലുകൾ. 2, മതിൽക്കെട്ടുകളില്ലാത്ത ജയിലുകളാണ് തുറന്ന ജയിലുകൾ. 3, എന്താണ്? നല്ല പെരുമാറ്റവും ആത്മനിയന്ത്രണവും സാമൂഹിക ഉത്തരവാദിത്വവും ഉള്ളതുമായ തടവുകാരെ പാർപ്പിക്കുന്നത് തുറന്ന ജയിലിലാണ്.
നല്ല പെരുമാറ്റവും ആത്മനിയന്ത്രണവും സാമൂഹിക ഉത്തരവാദിത്വമുള്ളവരെയൊക്കെ പാർപ്പിക്കുന്ന ജയിലാണ് തുറന്ന ജയിൽ. മതിൽക്കെട്ടുകളില്ലാത്ത ജയിലാണ് തുറന്ന ജയിൽ. കുറഞ്ഞ സുരക്ഷാ സംവിധാനമുള്ള ജയിലുകളാണ് തുറന്ന ജയിൽ. കേരളത്തിൽ എത്ര ഓപ്പൺ പ്രിസൺസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 3 ഓപ്പൺ പ്രിസൺസ് ആണ്. കേരളത്തിൽ എത്ര തുറന്ന ജയിലുകളുണ്ട് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ 3 തുറന്ന ജയിലുകളാണ് കേരളത്തിലുള്ളത്. 3 തുറന്ന ജയിലുകൾ, 2 പുരുഷന്മാർക്ക് വേണ്ടിയും 1 സ്ത്രീകൾക്ക് വേണ്ടി. നോക്കിയേ, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഓപ്പൺ പ്രിസൺസ് 2 ഉണ്ട്. മൊത്തം 3 1 വനിതകൾക്ക് വേണ്ടിയിട്ടാണ്. പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പൺ പ്രിസൺസ് ഒന്ന് നെട്ടുകാൽ തേരി തിരുവനന്തപുരം. ഒന്നാമത്തെയാണ് നെട്ടുകാൽ തേരി തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽ തേരി തിരുവനന്തപുരം 1962. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം 1962 അല്ലേ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയാടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1962. നമ്മളിതൊക്കെ PSC ചോദ്യങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ പ്രിസൺ, കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽ തേരി തിരുവനന്തപുരം ജില്ല നിലവിൽ വന്നത് 1962. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനി കാസർഗോഡ്. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ഏതാണ്? ചീമേനി കാസർഗോഡ് 2007 നിലവിൽ വന്നു. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനി കാസർഗോഡ് 2007 നിലവിൽ വന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേരള ചരിത്രത്തിനകത്ത് പഠിച്ചിട്ടുണ്ട്. 1946 തോൽവിറക് സമരം നടന്നത് എവിടെ? ചീമേനി അല്ലേ? തോലും വിറകും ഞങ്ങളെടുക്കും കാലൻ വന്നു വിളിച്ചാലും എന്ന ആ പടയണി ഗാനം ചീമേനി എസ്റ്റേറ്റ് സമരം അല്ലെങ്കിൽ തോൽവിറക് സമരത്തിൻ്റെ. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനി കാസർഗോഡ് 2007 നിലവിൽ വന്നു. അടുത്ത സ്ത്രീകൾക്കുള്ള ഓപ്പൺ പ്രിസൺ, സ്ത്രീകൾക്കുള്ള തുറന്ന ജയിൽ അത് പൂജപ്പുര തിരുവനന്തപുരം. സ്ത്രീകൾക്കുള്ള തുറന്ന ജയിൽ പൂജപ്പുര തിരുവനന്തപുരം. സ്ത്രീകൾക്കുള്ള തുറന്ന ജയിൽ നിലവിൽ വന്നത് പൂജപ്പുര തിരുവനന്തപുരം 2013 നിലവിൽ വന്നത്. അന്നേരം സ്ത്രീകൾക്കുള്ള കേരളത്തിലെ ഏക തുറന്ന ജയിൽ എവിടെയാണ്? പൂജപ്പുര തിരുവനന്തപുരം. സ്ത്രീകൾക്കുള്ള കേരളത്തിലെ ഏക തുറന്ന ജയിൽ പൂജപ്പുര തിരുവനന്തപുരം 2013 നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യ തുറന്ന ജയിൽ നെട്ടുകാൽ തേരി തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ തുറന്ന ജയിൽ നെട്ടുകാൽ തേരി തിരുവനന്തപുരം 1962 നിലവിൽ വന്നു. അടുത്തയാണ് ബോർസ്റ്റൽ സ്കൂൾ. അടുത്ത 3ാമത്തെ ജയിലാണ് ബോർസ്റ്റൽ സ്കൂൾ. ആദ്യത്തെ സെൻട്രൽ ജയിലായി അല്ലേ, ഓപ്പൺ ജയിലായി. ഇപ്പോൾ ബോർസ്റ്റൽ സ്കൂൾ എന്നും പറയാറുണ്ട്. ബോർസ്റ്റൽ സ്കൂൾ കേരളത്തിലെ ഏക ബോർസ്റ്റൽ സ്കൂള് തൃക്കാക്കര എറണാകുളം. ചിലപ്പോൾ നാളെ കാക്കനാട് എന്ന് വേണമെങ്കിലും ചോദിച്ചു വരാം. തൃക്കാക്കര എറണാകുളം. കേരളത്തിലെ ഏക ബോർസ്റ്റൽ സ്കൂള് തൃക്കാക്കര എറണാകുളം. കേരളത്തിലെ ബോർസ്റ്റൽ സ്കൂളിൻ്റെ ആദ്യ ആസ്ഥാനം കണ്ണൂരായിരുന്നു. അത് 1995 എറണാകുളത്തേക്ക് മാറ്റി. 18നും 21നും ഇടയിലുള്ള കൗമാരക്കാരായ കുറ്റവാളികളെ പാർപ്പിക്കുന്നത് ബോർസ്റ്റൽ ജയിലിലാണ്. അന്നേരം ബോർസ്റ്റൽ ജയിലിൻ്റെ ഇതെന്താണ്? 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാണ് ബോർസ്റ്റൽ ജയിൽ. 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? ബോർസ്റ്റൽ ജയിൽ. അന്നേരം ബോർസ്റ്റൽ ജയിൽ എവിടെയാണ്? എറണാകുളത്ത് അല്ലേ? ആദ്യ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂർ. ഈ ബോർസ്റ്റൽ ജയിലിൽ ആരെയാണ് പാർപ്പിക്കുന്നത്? 18നും 21 വയസ്സിനും ഇടയിലുള്ള കുറ്റവാളികളെയാണ് പാർപ്പിക്കുന്നത്. ബോർസ്റ്റൽ സ്കൂളുകൾ ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. അന്നേരം ബോർസ്റ്റൽ സ്കൂളിൽ കൗമാരക്കാരായ കുറ്റവാളികളെ പാർപ്പിക്കുന്ന ബോർസ്റ്റൽ സ്കൂളുകൾ ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ് 1902. മദ്രാസ് ബോർസ്റ്റൽ സ്കൂൾ ആക്ട് 1925-26 അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. മദ്രാസ് പ്രസിഡൻസിയാണ് ബോർസ്റ്റൽ സ്കൂൾ ആക്ട് കൊണ്ടുവന്നത് 25-26. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബോർസ്റ്റൽ സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടത് പഞ്ചാബിലാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാബിലാണ്. പക്ഷേ ആദ്യമായിട്ട് ബോർസ്റ്റൽ സ്കൂൾ ആക്ട് കൊണ്ടുവന്നത് മദ്രാസ് പ്രസിഡൻസിയാണ്. ബോർസ്റ്റൽ സ്കൂളിൽ ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് പാർപ്പിക്കുന്നത്? 18-21. ബോർസ്റ്റൽ സ്കൂൾ ആരംഭിച്ച ആദ്യ രാജ്യം ഏതാണ്? ഇംഗ്ലണ്ട്. കേരളത്തിലെ ബോർസ്റ്റൽ സ്കൂൾ എവിടെയാണ്? തൃക്കാക്കര എറണാകുളം. ഇനി ഇതുവരെ വന്ന PSC ചോദ്യം നോക്കാം. 2024 വനിതാ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്ക് PSC ചോദിച്ച ചോദ്യം NCA റിക്രൂട്ട്മെൻ്റ് ആണ്. അതിന് PSC ചോദിച്ച ചോദ്യം കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ. സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ, ഏക വനിതാ ഓപ്പൺ ജയിൽ. നമുക്കറിയാം
പൂജപ്പുര തിരുവനന്തപുരമാണെന്ന്. അന്നേരം ചോയ്സിനകത്ത് ജില്ലയുടെ പേര് മാത്രമേ ഉള്ളൂ. ആൻസർ തിരുവനന്തപുരം. അടുത്ത ചോദ്യം 2024 അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്ക് 24 അടുത്ത ചോദ്യം. ആ ചോദ്യം ഇങ്ങനെയാണ്: നെട്ടുകാൽ തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ, കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജയിലായ നെട്ടുകാൽ തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം 65, ഓപ്ഷൻ ബി 74, ഓപ്ഷൻ സി 62, ഓപ്ഷൻ ഡി 1986. നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽ തേരി തിരുവനന്തപുരം 1962. ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യ ചൈന യുദ്ധം 62 അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ 62. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ 1962 നെട്ടുകാൽ തേരി. അടുത്ത വീണ്ടും വനിതാ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ 2023. വനിതാ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ 2023 ചോദിച്ച ചോദ്യം: ബോസ്റ്റൽ എന്ന് തന്നിരിക്കുന്നത് ബോസ്റ്റൽ സ്കൂളുകളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ളവരെയാണ്? കൗമാരക്കാരായ കുറ്റവാളികളെ ബോസ്റ്റൽ സ്കൂളുകളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് എന്നാണ് PSC ചോദ്യം. നമുക്കറിയാം 15, 18, 18, 29, ഓപ്ഷൻ സി 18, 21, ഓപ്ഷൻ ഡി 14, 18. നമുക്കറിയാം ബോസ്റ്റൽ സ്കൂളുകളിൽ പാർപ്പിക്കുന്നത് 18 മുതൽ 21 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് പാർപ്പിക്കുന്നത് അല്ലേ? 18 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളെയാണ് പാർപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു ടോപ്പിക്ക് ഏകദേശം ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കായി 2025 വരെ നടന്ന എല്ലാ PSC ചോദ്യങ്ങളും നമ്മൾ ഓരോ ടോപ്പിക്കിൻ്റെയും കൂടെ അപ്ഡേറ്റ് ചെയ്യും. അന്നേരം നിങ്ങൾ പതുക്കെ പഠിക്കുക. ഇതിൻ്റെ ബാലൻസ് ക്ലാസ് അടുത്ത ക്ലാസ്സിൽ കാണും. നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ പരീക്ഷകളുടെ സ്പെഷ്യൽ ടോപ്പിക്കും കറണ്ട് അഫയറും മറ്റ് വിഷയങ്ങളും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കിട്ടും. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ നോട്ടിന് വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ടെലിഗ്രാം ചാനലും കൂടെ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. അന്നേരം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിത് മാക്സിമം പേരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. അന്നേരം എല്ലാവരിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്യണം. അന്നേരം ഓക്കെ, താങ്ക് യു.